ഇങ്ങനെ തർക്കങ്ങളൊക്കെ മുറുകുന്ന സാഹചര്യത്തിൽ തന്നെയാണ് പോലീസ് ലാത്തിചാർജിനിടെ പരിക്കേറ്റ ഷാഫി പറമ്പിൽ MP ഇന്ന് സ്പീക്കർക്ക് പരാതി നൽകാൻ തീരുമാനിച്ചിരിക്കുന്നത്. കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന ഷാഫിയെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഇന്ന് സന്ദർശിക്കും. പോലീസുകാർക്കെതിരെ നടപടിയെടുത്തില്ലെങ്കിൽ കടുത്ത പ്രക്ഷോഭത്തിന് ഒരുങ്ങും എന്നാണ് UDF അറിയിച്ചിരിക്കുന്നത്. ബെൻസൺ ബാബു ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി ഇപ്പോൾ ചേരുന്നുണ്ട്. ബെൻസൺ, ഗുഡ് മോർണിംഗ്. എന്തായാലും വലിയ പ്രക്ഷോഭം തുടരുക തന്നെയാണ് UDF. ഇന്നിപ്പോൾ പ്രതിപക്ഷ നേതാവ് കൂടി അവിടെ എത്തി ഷാഫി പറമ്പിലിനെ കാണുമെന്ന് മനസ്സിലാക്കുന്നു. അതിൻ്റെ തുടർച്ചയായി കൂടുതൽ പ്രക്ഷോഭത്തിലേക്ക് കിടക്കുന്ന പ്രഖ്യാപനങ്ങളും ഒരുപക്ഷെ ഉണ്ടായേക്കാം. എന്താണ് വിശദാംശങ്ങൾ? ഹർഷൻ, ഗുഡ് മോർണിംഗ്. സൂചിപ്പിച്ചതുപോലെ തന്നെ ഷാഫി പറമ്പിൽ MPക്ക് ലാത്തിചാർജിൽ പരിക്കേറ്റതുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള പ്രക്ഷോഭത്തിലേക്ക് തന്നെ നീങ്ങാനാണ് UDFന്റെ തീരുമാനം. അതിന്റെ ഭാഗമായി വിവിധ പദ്ധതികൾ അവർ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നിയമപരമായും ഇക്കാര്യങ്ങളെ തന്നെ നേരിടുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ട് DGPക്ക് ഉൾപ്പെടെ പരാതി നൽകി, അതോടൊപ്പം തന്നെ സ്പീക്കർക്ക് പരാതി നൽകാൻ നൽകുന്നു, പാർലമെന്ററി പ്രിവിലേജ് കമ്മിറ്റിക്ക് പരാതി നൽകുന്നു. അങ്ങനെ വിവിധ ഇടങ്ങളിൽ പരാതി നൽകി രാഷ്ട്രീയപരമായും അതോടൊപ്പം തന്നെ നിയമപരമായും ഇക്കാര്യത്തെ നേരിടാൻ തന്നെയാണ് UDF തീരുമാനിച്ചിട്ടുള്ളത്. ഇന്നിപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ വൈകിട്ട് 4 മണിയോടുകൂടിയാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിലേക്ക് എത്തുകയും ഷാഫി പറമ്പിൽ MPയെ സന്ദർശിക്കുകയും ചെയ്യും. ഈ സംഭവം നടക്കുമ്പോൾ അദ്ദേഹം ഇവിടെ ഉണ്ടായിരുന്നില്ല, പുറത്തായിരുന്നപ്പോൾ. ഇന്ന് കേരളത്തിലേക്ക് എത്തുന്ന ഉടനെ തന്നെ ഷാഫി പറമ്പിൽ MPയെ നേരിട്ടെത്തി സന്ദർശിക്കാനാണ് പ്രതിപക്ഷ നേതാവിന്റെ തീരുമാനം. അതോടൊപ്പം തന്നെ ഇന്നലെ ഉച്ചതിരിഞ്ഞാണ് ഇത്തരത്തിൽ 2 തരത്തിലുള്ള വാദങ്ങൾ LDFന്റെയും UDFന്റെയും വാദങ്ങൾ ഉയർന്നു വന്നത്. അതായത് ആദ്യമായി ഉയർന്നു വന്നത് CPIMന്റെ ഒരു ആരോപണമായിരുന്നു. UDF പ്രവർത്തകരാണ് ഇത്തരത്തിലൊരു അക്രമം ഉണ്ടാക്കാൻ, അല്ലെങ്കിൽ അവിടെ ഒരു സംഘർഷം ഉണ്ടാക്കാൻ, മനഃപൂർവ്വം ഒരു കലാപം ഉണ്ടാക്കാനുള്ള ശ്രമം നടത്തിയത്. അതിന്റെ ഭാഗമായി ഒരു സ്ഫോടക വസ്തു എറിയുന്നതടക്കമുള്ള ദൃശ്യങ്ങൾ അവർ പുറത്തുവിടുകയും ചെയ്തു. അത് UDF ആണ് അത്തരത്തിലൊരു കലാപം അവിടെ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കിയത് എന്ന വാദമാണ് CPIMന്റെ ഭാഗത്ത് നിന്ന് ഉയർന്നു വന്നത്. തൊട്ട് പിന്നാലെ തന്നെ അത് അത്തരത്തിലല്ല, പോലീസാണ് ടിയർ ഗ്യാസ് പ്രയോഗിച്ചത് എന്ന് തെളിയിക്കുന്ന ദൃശ്യങ്ങൾ ഉൾപ്പെടെ കോൺഗ്രസും അല്ലെങ്കിൽ UDFും പുറത്തുവിടുന്നു. അങ്ങനെ വാദപ്രതിവാദങ്ങൾ പേരാമ്പ്രയിൽ തുടരുകയാണ്. അപ്പോൾ 15-ാം തീയതി CPIMന്റെ ഒരു വിശദീകരണ യോഗം, കൂടുതൽ ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഒരു വിശദീകരണ യോഗം പേരാമ്പ്രയിൽ നടക്കാൻ പോകുന്നു. അതിൽ ഇക്കാര്യങ്ങളൊക്കെ തന്നെയായിരിക്കും പറയാൻ പോകുന്നത്. അതായത് ഷാഫി പറമ്പിൽ MP അവിടെ എത്തിയതിനു ശേഷമാണ് ഇത്തരത്തിൽ വലിയ സംഘർഷങ്ങളിലേക്ക് കാര്യങ്ങൾ പോയത് എന്ന CPIMന്റെ ആരോപണമുണ്ട്. അപ്പോൾ അതൊക്കെ തന്നെയായിരിക്കും വിശദീകരണ യോഗത്തിലും പറയാൻ പോകുന്നത്. അതോടൊപ്പം തന്നെ തുടർ നിയമ നടപടികൾ അതിന്റെ മുറയ്ക്ക് തന്നെ നടക്കുമെന്ന് പറയുന്നു. DGPക്ക് പരാതി നൽകിയിട്ടുണ്ട്. 6 ദിവസത്തിനുള്ളിൽ കൃത്യമായിട്ടുള്ള നടപടി DGPയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ലെങ്കിൽ പ്രക്ഷോഭം വലിയ രീതിയിലേക്ക് മുൻപോട്ട് കൊണ്ടുപോകാൻ തന്നെയാണ് DCC ഉൾപ്പെടെ തീരുമാനിച്ചിട്ടുള്ളത്. ഹർഷൻ, നേരത്തെ ബെൻസൺ പറഞ്ഞതിനൊപ്പം ഈ KE ബൈജു അവിടുത്തെ റൂറൽ SP തന്നെ കഴിഞ്ഞ ദിവസം വിശദീകരിക്കുന്നത് കണ്ടു. പോലീസുകാർക്കിടയിൽ നിന്ന് തന്നെ ചിലർ കുഴപ്പമുണ്ടാക്കാൻ ശ്രമിച്ചിരുന്നു. അവരാരാണെന്ന് കണ്ടുപിടിക്കാൻ AI ടൂളുകളുടെയൊക്കെ സഹായത്തോടെ ആ പോലീസുകാർ ആരാണ് എന്ന് കണ്ടെത്താൻ, കാരണം അവർ ഈ എല്ലാ സുരക്ഷാ ഗിയറുകളും എല്ലാം ഉപയോഗിച്ചിട്ടുള്ളത് കൊണ്ട് കൃത്യമായി പെട്ടെന്ന് തിരിച്ചറിയാൻ കഴിയാത്ത മട്ടിലാണ് ആ പോലീസുകാരുടെ നിൽപ്പ്. അതിനുവേണ്ട ശ്രമങ്ങൾ നടക്കുന്നുവെന്ന്. സ്വാഭാവികമായി ഉയർന്ന ഒരു സംശയം, ഇത്തരം ആക്ഷനൊക്കെ നടക്കുന്ന സ്ഥലത്ത് പോലീസ് തന്നെ ഈ ദൃശ്യങ്ങൾ പരമാവധി റെക്കോർഡ് ചെയ്യാൻ ശ്രമിക്കാറുണ്ട് കഴിഞ്ഞ കുറേ കാലമായി. ആ നിലയ്ക്ക് പോലീസിൻ്റെ കയ്യിൽ അതിൻ്റെ ദൃശ്യങ്ങൾ തന്നെ ഉണ്ടാവുമെങ്കിൽ അത്തരം നടപടികളിലേക്ക് കൂടി വേഗത്തിൽ കടക്കാൻ കഴിയില്ലേ എന്നുള്ള സംശയം കൂടിയാണ് ഉയരുന്നത്. ബെൻസനാണ് ഈ വാർത്ത ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തത്.